ഹലോ ഡേയ്സ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമുക്ക് വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ നോക്കാം. നമ്മളുടെ മാർക്കറ്റ് ഇന്നലെ 3:30 ക്ലോസ് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് ആ ഒരു സമയത്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന യൂറോപ്യൻ മാർക്കറ്റ് ക്ലോസ് ആയപ്പോൾ ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിങ് അവസാനിപ്പിച്ചു. പിന്നീട് ഇന്ത്യൻ സമയം ഏകദേശം ഒരു 7:00 ഓപ്പൺ ചെയ്ത US മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം US മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പോസിറ്റീവാണ് അഥവാ ഗ്രീനിലാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഇന്ന് US നിന്ന് ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ കാത്തിരിക്കുന്ന US CPI ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട്. കൂടാതെ US നിന്ന് ഇന്ന് മേജറായിട്ടുള്ള 4 ബാങ്കിങ് കമ്പനികളുടെ റിസൾട്ട് ഉണ്ട്. ബാങ്ക് ഓഫ് അമേരിക്ക, JP മോർഗൻ, സിറ്റി ഗ്രൂപ്പ്, വെൽസ് ഫ്രാഗോ തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത്. കൂടാതെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻഫോസിസ് ഉൾപ്പെടെയുള്ള കമ്പനികളുടെ റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ട് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഏറ്റവും താഴെ നോക്കാം. US വിക്സ് 2.21% ഇടിഞ്ഞ് 11.53 എന്ന നിലയിലേക്ക് എത്തി നിൽക്കുകയാണ്. നാസ്ഡാക്ക് ഇന്നലെ കണ്ടോ അവിടെ 0.25% റാലി രേഖപ്പെടുത്തി. ഡോ 170 പോയിൻ്റ് അഥവാ ഏകദേശം ഒരു 0.45% ഒരു റാലി രേഖപ്പെടുത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് 12.27 അത് ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബിറ്റ് കോയിൻ 800 പോയിൻ്റ് ഉയർന്ന് 46,677. MOX റഷ്യൻ മാർക്കറ്റ് ഗ്രീനിൽ അടച്ചു. FTSE CAC 40 ഡാക്സ് എല്ലാം തന്നെ യൂറോപ്യൻ മാർക്കറ്റാണ്, ഫ്ലാറ്റായ രീതിയിലാണ്. ഇനിയിപ്പോൾ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് നോക്കാം. നിക്കി ജപ്പാൻ മാർക്കറ്റ് ഇന്നലെ 700 പോയിൻ്റ് ഉയർന്ന ജപ്പാൻ മാർക്കറ്റ് ഇന്ന് വീണ്ടും ഫർദറായിട്ട് 500 പോയിൻ്റ് റാലി രേഖപ്പെടുത്തി. 1.5% റാലി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന മറ്റ് കൊറിയ, ജപ്പാൻ, ഓസ്ട്രേലിയ എല്ലാം തന്നെ പോസിറ്റീവാണ്. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $2028 പെർ ഔൺസ്, $3.75 പെർ ഔൺസിന് ഉയർന്ന എന്ന നിലയിലാണ് നിൽക്കുന്നത്. ഇനി FIസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ നോക്കാം. 63% ലോങ് പൊസിഷൻ പോയിട്ടുണ്ട്, 37% ഷോർട്ട് പൊസിഷൻ. അപ്പോൾ ലോങ് പൊസിഷനിലോ ഷോർട്ട് പൊസിഷനിലോ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് ഒരു 0.82% ഒരു സ്ലൈറ്റ്ലി ഫോൾ ചെയ്തത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ വിപ്രോയിലോ ICICI ബാങ്കിലോ HDFCയിലോ ഡോക്ടർ റെഡ്ഡിയിലോ റിലയൻസിലോ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി US മേജർ ടെക്നോളജി കമ്പനീസിൽ ടെസ്ലയും ഇൻ്റലും നെറ്റ്ഫ്ലിക്സും ചെറുതായ രീതിയിൽ ഫോളോ ചെയ്ത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഇന്നലെ ഫേസ്ബുക്ക് എല്ലാം തന്നെ 3.5%, 4% അടുത്ത് റാലി രേഖപ്പെടുത്തി. മൈക്രോസോഫ്റ്റും ആപ്പിളും ഗൂഗിളും ആമസോണും എല്ലാം തന്നെ റാലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്, നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആവണോ, ഗ്യാപ്പ് ഡൗൺ ആണോ എന്നുള്ളത്. അവർക്കുള്ളൊരു ഉത്തരമാണ്, പുതിയ ആളുകളായിരിക്കാം, യെസ്റ്റർഡേ ക്ലോസ് എന്ന് കാണാം. നിഫ്റ്റി അവിടെ ആ യെസ്റ്റർഡേ ക്ലോസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങളുടെ ആക്സിൽ കാണാം 15.30 ബുധനാഴ്ച. അതായത് ഇന്നലെ 15.30 എന്ന് പറഞ്ഞാൽ 3.30. ഇന്നലെ 3.30 ക്ലോസ് ആയിട്ടുള്ള നിഫ്റ്റിയോടൊപ്പം തന്നെ ക്ലോസ് ആയിട്ടുള്ള നിഫ്റ്റിയുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റാണിത്. അതിനുശേഷം കണ്ടോ വീണ്ടും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലത്തെ ക്ലോസിങ്ങിന് അതേ അവസ്ഥയിൽ തന്നെ 21,720 തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. അതായത് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ നിഫ്റ്റി ഫ്യൂച്ചർ മേ ബി അപ്പായി പോകാം അല്ലെങ്കിൽ ഡൗൺ ആയി പോകാം. അപ്പോൾ അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഇന്ന് ട്രേഡ് ചെയ്യുന്നത് എവിടെയാണോ നിഫ്റ്റി ഉണ്ടായിരുന്നത് അവിടെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്പണിങ്ങും. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. നിഫ്റ്റിയുടെ സ്പോട്ട് കാണാം 21,700, 21,800 നല്ല രീതിയിലുള്ള കോൾ അഡീഷൻ ഉണ്ട്. കൂടാതെ തന്നെ 21,900, 22,000 മേജർ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. എന്നാൽ പുട്ട് സൈഡിൽ 21,500 നല്ല രീതിയിലുള്ള പുട്ട് അഡീഷനും ഉണ്ട്. സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് കടക്കാൻ ആദ്യമായിട്ട് റിസൾട്ടാണ്. TCS, ഇൻഫോസിസ് തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്ന് പ്രഖ്യാപിക്കും. ഫോണിക്സ് മിൽക്സ് കമ്പനി ടോട്ടൽ കൺസപ്ഷൻ 24% ഉയർന്നതായിട്ട് കമ്പനി അറിയിച്ചു. 3,287 കോടി രൂപ കരസ്ഥമാക്കി. റീറ്റെയിൽ കളക്ഷൻ 30% ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യ ഇവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് 8% വർധനവുണ്ടായി എന്ന് കമ്പനി അറിയിച്ചു. അതുൽ 50 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള പവർ പ്ലാന്റ്
ഇവരുടെ അതുലിൻ്റെ സൈറ്റിൽ ഇവർ കമൻസ് ചെയ്തിട്ടുണ്ട്. ഏഞ്ചൽ വൺ കമ്പനി ഇവർ ബോർഡ് മീറ്റിംഗ് കൂടുകയാണ് ജാനുവരി 15, അന്ന് തന്നെ ഇവരുടെ റിസൾട്ടും ഉണ്ടാവും. ഈ ഒരു ബോർഡ് മീറ്റിങ്ങിൽ കമ്പനി ഇവരുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വീണ്ടും ഫണ്ട് റൈസ് ചെയ്യുന്ന തീരുമാനം കമ്പനി അന്ന് എടുക്കും. മെട്രോ ബാൻഡിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവരുടെ സീനിയർ വൈസ് പ്രസിഡൻറ്റ് റിസൈൻ ചെയ്യുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ആശാപുരി ഗോൾഡ് കമ്പനി 41 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട്. സഫാരി ഇൻഡസ്ട്രീസ് കമ്പനി ബോർഡ് മീറ്റിംഗ് ജാനുവരി 15 അന്നേ ദിവസം അവരുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സമാനമായ രീതിയിൽ ഫണ്ട് റൈസ് ചെയ്യുന്ന തീരുമാനം കമ്പനി എടുക്കും. 1.1 സൊല്യൂഷൻ കമ്പനി ഇവർക്ക് ഒരു സ്കിൻ ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ഇൻ്റർനാഷണൽ സ്കിൻ ഇൻഡസ്ട്രിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഓർഡർ കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട്. വെൽസ്പൺ ഇൻ്റർനാഷണൽ കമ്പനി ഗുജറാത്ത് പോർട്ടായിട്ട് ഒരു ബിസിനസ് കോൺട്രാക്റ്റ് കമ്പനി സൈൻ ചെയ്തു. തിരുമലൈ കെമിക്കൽ കമ്പനി ഡഹാജയിൽ ഇവരുടെ ഒരു പുതിയ ഒരു പ്ലാന്റ് കമ്പനി ഉദ്ഘാടനം നടത്തി. CESC കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്, UP ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്കൊരു ഓർഡർ കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഇൻഫോസിസിൻ്റെ റിസൾട്ട്, TCSൻ്റെ റിസൾട്ട് ഉണ്ട്, വിപ്രോയുടെ റിസൾട്ട്, HCL ടെക്കിൻ്റെ റിസൾട്ട് വരുന്ന ദിവസങ്ങളുണ്ട്. അതുപോലെ തന്നെ എല്ലാ കമ്പനികളുടെ റിസൾട്ടുകൾ അറിയാനായിട്ട്, റിസൾട്ടുകൾ അറിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് റിസൾട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. കൂടാതെ തന്നെ ഇന്ന് FNO ബാൻ, ഇന്നത്തെ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ അതെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്യാം. ട്രേഡ് ബഡ്ഡി ടാബ് നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ മാർക്കറ്റ് സമയത്ത് പരമാവധി ന്യൂസുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് ഉള്ളത്. അത് സെർച്ച് ചെയ്യേണ്ട, അതും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് ഉള്ളത്. നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ജോയിൻ ചെയ്യുക. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് കാണാം. താങ്ക് യു. ബൈ ഓൾ.